അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഭാഗ്യസ്ഥാനത്ത് 11ാം ഭാവത്തിലാണ്. 11ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ ഗുരുവാണ്. പഠനം, പഠിപ്പിക്കുക, അതുപോലെ ട്രെയിനിങ് ജോലികൾ ചെയ്യുന്നവർ, നിയമപരമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടവർ, അക്കാഡമിക് മേഖലകളിൽ റിസർച്ച് മുതലായിട്ടുള്ളവയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ ബന്ധങ്ങൾ ഉള്ളവർക്ക്, അഥവാ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർ, മറ്റ് വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ ഒരു നേട്ടമുണ്ടാവേണ്ട കാലമാണ്. ധനപരമായിട്ട് യാത്ര മുഖാന്തരം, അതുപോലെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ടുള്ള ധനസമ്പാദനത്തിനും ഈ കാലഘട്ടം നല്ലതാണ്. ആരോഗ്യം സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കും. എങ്കിലും നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തളർച്ചയോ അങ്ങനെയൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് വിശ്രമവും ആവശ്യമാണ്.